സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കില്ല. ഒന്നാമത് നിങ്ങൾ സാധാരണക്കാരും പറയണം, ഒരു ഹോട്ടലിന്റെ പുറം കണ്ടിട്ട് അങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിക്കില്ല. നിങ്ങൾക്ക് കിച്ചൺ നോക്കാനുള്ള സ്വാതന്ത്ര്യ അധികാരമൊക്കെ ഇപ്പോഴത്തെ നിയമത്തിലുണ്ടല്ലോ, അതൊക്കെ വന്ന് തൃപ്തിയായിട്ട് കഴിച്ചാൽ പോരെ. എന്റെ പൊന്ന് സാറേ, ഇതൊന്നും ഇപ്പൊ സാധാരണ ആളുകൾക്ക് അറിഞ്ഞോളന്നില്ല. ഇതിപ്പോ ആരും അടുക്കളയിൽ വന്നിട്ട് അടുക്കള എങ്ങനെ നോക്കിയിട്ടല്ലല്ലോ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അല്ല, അങ്ങനെ വരണം. നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്താണോ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണോ ഈ ചളിയിലും അരിച്ചിലൊക്കെ നടക്കുന്ന പരിചാരിക്കാണ്? അത് അപ്പുറത്തെ അയൽവക്കത്തുള്ളതാണ്. അത് ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോയി എന്തിനും തിന്നിട്ട് പോയിക്കോളാം. അപകടങ്ങളല്ലേ, ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഭയങ്കര തമ്മാടിത്തര ചെയ്തോണ്ടിരിക്കട്ടോ. നിങ്ങൾ ആളുകളെ കൊല്ലാൻ നിൽക്കാണ്. നിങ്ങൾ എന്തിപ്പോ ഒരു ഹോട്ടൽ നടത്താൻ വേണ്ട എന്തെങ്കിലും രേഖകൾ ഇവരുടെ കയ്യിലുണ്ടോ സാറും ചോദിക്കും. അല്ല, ഈ കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അതെല്ലാം ഒന്ന് അന്വേഷിക്കാൻ. എന്ത് സാറേ, എന്ത് രേഖകൾ? ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് രേഖകൾ വേണം. രേഖകൾ ഉണ്ടെങ്കിൽ നടത്താൻ പറ്റൂ. നിങ്ങളുടെ കയ്യിൽ FSSAI സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എന്താ കേട്ടിടണില്ല. അല്ല, എന്തിനാണ് ഇപ്പൊ ഇവിടെ ഹോട്ടല് നമ്മൾ നടത്തണമെന്നല്ലാണ്ട്? അതുപോലെ ഹെൽത്ത് ആൻഡ് ട്രേഡ് ലൈസൻസ്, എൻവയോൺമെന്റൽ സർട്ടിഫിക്കറ്റ്, ഇത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? പറഞ്ഞു കൊടുക്കേ. അല്ല, ഇതിപ്പോ എന്തെന്നാ ഇതൊക്കെ എന്തെന്നാന്ന് പറഞ്ഞിട്ട് ഇല്ല, ഉരുണ്ട് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല. ഓക്കെ, നിങ്ങൾക്ക് മര്യാദക്ക് വൃത്തിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുത്താൽ എന്താ നിങ്ങൾക്ക് നഷ്ടം? എന്തപ്പോ ഇവിടെ ഭക്ഷണത്തിന് ഒരു കുഴപ്പം? നല്ല രുചിയുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം. രുചി ഉണ്ടായിട്ട് എന്താ കാര്യം? വൃത്തി വേണം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇയാൾ ഭാര്യ ഒരു ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുക ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടോ? ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ. ഇത് എന്തായാലും ഇതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും. കോയാ, ഇയാൾക്ക് ഹോട്ടൽ നടത്താൻ പറ്റില്ല. ഇയാൾക്ക് കാശ് മാത്രമാണ് മോഹം. വൃത്തിയിലെ ഭക്ഷണം കൊടുക്കാത്ത ഹോട്ടൽ ഇവിടെ നടത്താൻ ഒരിക്കലും അനുവദിക്കില്ല. ഷട്ടർ ഇട്ടോ. 10-15 കുടുംബം ജീവിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ പറയരുത്. ഈ 10-15 പേരുടെ ജീവിതത്തൊക്കെ വലുതേ പൊതുജനങ്ങളുടെ ജീവിതമാണ്. അവരുടെ ആരോഗ്യം സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇനി ഒരിക്കലും ഈ ഹോട്ടൽ തുറക്കണ്ട. ഉടനെ ഷട്ടർ ഇട്ടോ, പൂട്ടിക്കോ. അതെ, പൊതുജനങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും കേട്ടാ. ഓരിങ്ങനെ ഇടി വെട്ടിക്കൊണ്ട് വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചിരിക്കണത്? ആർക്കുമല്ല പ്രാന്തണ്ടോ ചങ്ങായി. ഇപ്പൊ ഇവിടെ വന്നു പോയില്ല ആ സൂരൻ സാറ്. മൂപ്പര് ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം നമ്മുടെ ഈ ഹോട്ടൽ പൂട്ടിക്കണ വെച്ചിട്ടോ? അല്ലേ, ഇവർക്ക് ഗവൺമെന്റ് കിട്ടുന്നതിനേക്കാൾ ശമ്പളല്ലേ നമ്മുടെ ഹോട്ടലുകാർ കൊടുക്കണേ. പിന്നെന്താ പുളിക്കോ? പിന്നെ അവരിനൊക്കെ കാണിക്കാൻ വേണ്ടി ഒന്നൊക്കെ ചാടൂ. എത്ര കാലമായി ഞാൻ കാണണേ. ഇതിപ്പോ ഈ ഹോട്ടൽ നമ്മൾ പൂട്ടണോ? ഇതിപ്പോ പൂട്ടണോ? കാരണം ഇപ്പൊ നമ്മുടെ ഈ ഹോട്ടലിന്റെ പേര് എന്താണ്? കോയാസ് എന്നല്ലേ. ഈ സാധനങ്ങൾ പൂട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോ നമ്മള് കോയക്കാന്റെ കട എന്നിട്ട് വേറെ ഹോട്ടലാ തുടങ്ങുക. ഊട്ടിയിലേതാണ് കോയാസാണ്. പുതിയ ഹോട്ടലാണ്. അതാ ഫ്രീസർക്ക് കയറ്റി വെച്ചാകാ ചങ്ങായി. ഒരാഴ്ച കഴിയുമ്പോ പുതിയ ഹോട്ടൽ തുടങ്ങേണ്ടതല്ലേ? അതിൽക്ക് ആവശ്യം വരൂല്ലേ? ഇന്നല്ലാണ്ട്